ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഇറങ്ങിയത് എഫ് സി മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗൈസ്, ഞാൻ അന്നേരം എനിക്ക് പിന്നെയും കുറേ റിവാർഡ് കിട്ടി. അതുപോലെ ഞാൻ നമ്മുടെ ഇത് മാറ്റിയിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ഫോർമേഷൻ, അത് നമ്മുടെ ക്ലബിൻ്റെ ഫോർമേഷൻ ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഗൈസ് എന്താണ് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു വേറെ ഏതെങ്കിലും മാച്ച് കളിക്കാം ഗൈസ്. നമ്മുടെ ഈവൻ്റ് നമ്മൾ കളിക്കുന്നില്ല, അതുപോലെ കണ്ടോ ഗൈസ്, നമുക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മൾ നേരെ സ്റ്റോറിൽ പോവാം. ഒരു മിനിറ്റ് ഗൈസ്, സ്റ്റോറി എത്തട്ടെ. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ഫീച്ചേർഡ് എടുക്കാം ഗൈസ്. ഫീച്ചേർഡിൽ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഫീച്ചേർഡായിരുന്നു തോന്നുന്നു ഗൈസ്, അത് പോയെന്ന് തോന്നുന്നു. അയ്യോ ഗൈസ്, അത് പോയെന്ന് തോന്നുന്നു. അയ്യാടാ ഗൈസ്, ഞാനൊരു ഇത് നോക്കി വെച്ചാണ് ഗൈസ്, അത് പോയി ഗൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പോവെന്ന്. ഞാൻ നോക്കട്ടെ, നമ്മുടെ ഫീച്ചേർഡിൽ പോയി നോക്കട്ടെ. ഇല്ലടാ, അത് പോയി. ചേട്ടാ, ഇതെന്ത് കഷ്ടമാണെന്ന് പറഞ്ഞു ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്കിപ്പോൾ വേറെ ഒരെണ്ണം എടുക്കാം. അല്ല ഗൈസ്, അല്ല ഇതാണ് ലിമിറ്റഡ് ഓഫറേ. ഇതിന്ന് ഞാനിപ്പോൾ നോക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെന്തോ ഡൈമീരിയ, പെലെ, മർഡോണ ഇവരെയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ എൻ്റെ ഡയമണ്ട് സമ്പാദിച്ച് വെച്ചത്. ഇപ്പോൾ ഇത് ഡയമണ്ട് ഗൈസ് കണ്ടോ, ഇത്രയായി 10. ഞാനിങ്ങനെ കൂട്ടി ഞാൻ ഇതിപ്പം ഇന്ന് എടുക്കണം ഗൈസ്, എടുത്തേക്കാം. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത ഇരിക്കട്ടെ ഗൈസ്, ഒരു ആകാംക്ഷ വരുന്നു ഗൈസ്. നമുക്ക് പെലെയോ മർഡോണോ വല്ലതും കിട്ടുവാണെങ്കിൽ പൊളിക്കും ഗൈസ് ഇന്നത്തെ വീഡിയോ. ഗൈസ് 3, 2, 1 ഗോ. ഞാൻ കൊടുത്ത് ഇത്രയും ജിംസ് പോയാലാണ് ഗൈസ് എനിക്ക് പക്ഷേ ഗൈസ് ആരെ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോയി നമ്മുടെ മർഡോണയും ബെലയും പോയി കേട്ടോ. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞത്, ഇതെന്താ നമുക്ക് മാത്രം ഇങ്ങനെ കിട്ടുന്നേ. ഇതിനകത്ത് ആ പ്ലെയറിനെ കാണിച്ചിട്ടില്ലടാ, മർഡോണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എന്ത് തേങ്ങയാണ്, എന്താടാ നമുക്ക് മാത്രം ഇങ്ങനെ. ഞാൻ വലിയ കരുത്ത് കേസ് ആകാംക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു. വെറുതെ ആയിപ്പോയല്ലേ കേസ്, അതിൻ്റെ ഒരു വിഷമം. എനിക്ക് 300+ വാല്യൂ ഉണ്ട്. ഇതൊന്ന് കളഞ്ഞേക്കാം കേസ്, പൈസ പോന്നെങ്കിൽ പോട്ടെ. ഞാനെന്താന്ന് നോക്കുന്നു. അതെന്താണ് ഇനിയും വരുന്നു ഗൈസ്. എങ്കിലും ഒരു നല്ല പ്ലെയർ പ്ലീസ്. പോയി. ഇതെന്ത് കഷ്ടമാണ് നമുക്ക് മാത്രം ഇങ്ങനെ. കഷ്ടമാണ് പറഞ്ഞ. ഞാനാണെങ്കിൽ ഗൈസ് ഹക്കീമയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ജിംസ് എടുക്കുന്നത്. അതുപോലെ എൻ്റെ അത്രയും ജിംസ് പോയി. ഇനി എൻ്റെ കയ്യിൽ 70 ജിംസേ ഉള്ളു ഗൈസ്. എന്ത് കഷ്ടമാണ് നിങ്ങൾ ഓർത്ത് ഗൈസ്. അൺട്രേഡബിൾ അല്ലായിരുന്നെങ്കിൽ എടുത്ത് വിൽക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു, അത്രയും പൈസയെങ്കിലും കിട്ടും ഗൈസ്. എനിക്ക് ഇതിനടുത്ത് വിൽക്കാൻ പറ്റുമോ? നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് നോക്കാം. ഇപ്പം 103 സ്ട്രൈക്കർ. ഇവനെ നമുക്ക് എടുത്തിട്ട്
നമ്മുടെ ഈ റോണി എന്ന് പറഞ്ഞ പ്ലെയറിന് പകരം സബ് കയറ്റി വെക്കുക. ആ റോണിയെ വെച്ചേക്കാം ഗൈസ്. റോണി ബക്കാവയ്ക്ക് പകരം ഇരിക്കട്ടെ. എന്നാലും നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോഴൊരു നല്ല സന്തോഷ വാർത്തയായിരിക്കട്ടെ. മർഡോണയോ പെലെയോ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് എന്ത് സന്തോഷിച്ചാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ഇന്നത്തെ തുടങ്ങിയെന്നറിയാം. എന്നിട്ടത് ഞാൻ ഇത്ര നാളായിട്ടും കിടന്ന് ഉണ്ടാക്കിയ ജിംസ് എല്ലാം വെറുതെ ആയിരുന്നു ഗൈസ്. വെറുതെ കിടന്ന് നമുക്ക് മാത്രം ഇങ്ങനെ. ഗൈസ് നമുക്ക് ഇന്നുണ്ടല്ലോ ഇത് കളിക്കാം, ചാലഞ്ച് കളിക്കാം ഗൈസ്. എടാ ഞാൻ ഒത്തിരി അങ്ങ് ആകമിച്ചിട്ട് പോയി ഗൈസ്. മർഡോണയോ വിലവെല്ലാം കിട്ടും അതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. കഷ്ടമാണ്. അറ്റ്ലീസ്റ്റ് ഡൈമേരിയോ പറഞ്ഞുകൊണ്ട് ആരും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഹസാഡിനെങ്കിലും ഒന്ന് തരായിരുന്നു. ഇതെന്താണ് ഈ നീല പോള്, അതുപോലും അമ്മ തന്നില്ല. നമുക്ക് സ്റ്റിക്കറൊക്കെ അയക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മളേതോ വേറെ അവരുടെ കൂടാണ് കളിക്കുന്നത്. പക്ഷെ ഞാൻ എന്തായാലും ഇന്നൊരു പൊട്ടത്തരമാണ് ചെയ്യും. ഇച്ചിലൂടെ ജെയിംസ് ഉണ്ടാക്കിയിട്ട് വേറെ ഏതെങ്കിലും ബാക്ക് എടുത്താൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അറ്റ്ലീസ്റ്റ് അതൊന്നും വേണ്ടായിരുന്നു. നമുക്ക് ഹസാഡിനെ ഒന്നും വേണ്ടായിരുന്നു, വിധീനെങ്കിലും തരായിരുന്നു. അതുപോലും അമ്മ തന്നില്ല. നമുക്കറിയാത്ത വേറെ ഏതോ പ്ലെയറിനെ കിട്ടിയത് ഗൈസ്. അന്നേരം നിങ്ങൾ പറയാം 102 അല്ലേ? ആണ് ഗൈസ്, 102 പക്ഷേ എന്നാലും എനിക്കങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ച പ്ലെയർ അല്ലല്ലോ കിട്ടിയത്. വിഷമമുണ്ട്. അതെനിക്ക് ഇതുപോലൊരു പാക്ക് ഓപ്പൺ ചെയ്താലും മനസ്സിലാവും. എടാ അതൊന്നും അല്ല കേസ്. എനിക്ക് വേറൊരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതെല്ലാം അൺട്രേഡബിൾ ആണ് കേസ്. ട്രേഡബിൾ പ്ലെയർ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ സന്തോഷിച്ചേനെ. കാരണം 102 അല്ലേ, എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടിയേനെ. ഇത് ചുമ്മാ അൺട്രേഡബിളാണ്, ട്രേഡബിൾ പോലും ഇല്ല. എന്തോ ഒരു കഷ്ടമാണെന്ന് പറഞ്ഞത്. ഗൈസ് വിട്, നമുക്കിനിയും ഒന്നുകൂടെ ജിംസ് ഉണ്ടാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ല ബാക്ക് എടുക്കാം. ബട്ട് ഗൈസ് ഇനി എൻ്റെ കയ്യിൽ 70 ജിംസേ ഉള്ളൂ. ഇനി അത് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. വിനി ജൂനിയറോ? ഓ മനസ്സിലായി ഗൈസ്, നമ്മളിത് റിയൽ മഡ്രിഡിൻ്റെ ഇതിലാണ് കളിക്കുന്നത്. ഞാൻ വിചാരിച്ചത് നമ്മുടെ ടീമിൽ വിനി ജൂനിയർ ഇല്ലല്ലോ. നമ്മൾ വിനി ജൂനിയർ ഉണ്ട്, പക്ഷെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലല്ലോ. നമ്മളിത് റിയൽ മഡ്രിഡായിട്ടാണ് കളിക്കുന്നത്. അപ്പം നമ്മളും റിയൽ മഡ്രിഡാണ്. ഹാഫ് ടൈം ആയിട്ടുണ്ട്.
കേസ് ഇപ്പം ഞാൻ വലിയ കാര്യത്തിൽ വിചാരിച്ചിരുന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു സന്തോഷം ഇതായിട്ടെന്ന് പറഞ്ഞ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞാണ്. പക്ഷെ ഒരു ബാഡായിട്ടുള്ളതാണ് കേസ് പറഞ്ഞത്. ആ കേസ് 102-ൻ്റെ 103-ൻ്റെ കിട്ടിയേ, അതോർത്ത് സന്തോഷിക്കാം. നമുക്ക് 90-ൻ്റെയോ അത്രയൊന്നും അല്ലല്ലോ കിട്ടി. അല്ല അതുമല്ല കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ പറയണം കേസ്. 103-ൻ്റെ കിട്ടിയിട്ട് ഇത്ര. അവിടെ ഫൗളുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഫൗളുണ്ടെന്ന്. ലോങ് ഷൂട്ട് അടിക്കാൻ കേസ്. ലോങ് ഷൂട്ട് ഏറ്റില്ല. പിന്നെ ഫൗൾ. ഇതെന്താണ്? ഇവന്മാർക്കൊരു ഫ്രീ കൊടുത്താലോ? കൊടുക്കുക. ഞാൻ അവന്മാരെ വീഴ്ത്തുകയാണ് കേസ് ഫ്രീ ഇടാൻ. പക്ഷെ അവന്മാർ വീണ്ടും ഫ്രീ കിട്ടിയില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് നോട്ട് എ ഫൗൾ. എൻ്റെ ഇവന്മാരുടെ ടീമെ ഹക്കീമയൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്മാർ പാരീസാണ് കേസ്. പാരീസ് ഒരു ഫ്രീക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇവന്മാർക്കൊരു ഫ്രീക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഇവന്മാർ 2 എണ്ണം നമുക്ക് വാങ്ങിച്ചു തന്നാണ്. അതല്ല, അത് അവന്മാർ ത്രോ പോവാടാ. അല്ല കോർണർക്ക് പോവാടാ. എന്താണെന്നാ അവൻ്റെ ടച്ച് കൊണ്ട് വെളിയിൽ പോയിട്ടാണ് കേസ് അവനതെടുത്തത്. അത് ഫൗളാണ് കേസ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ആ ഭാഗം ഒന്ന് കണ്ടു നോക്ക്. അത് വെളിയിൽ പോയിട്ടാണ് അവനെടുത്ത്. റെഫറി റിപ്പോർട്ട് ഞാൻ കണ്ടില്ല കേസ്. ഇവന്മാരോട് കളിക്കാൻ എന്തൊരു പാടാണ്. ഇവന്മാർ വല്ല വേൾഡ് ക്ലാസ് വല്ലതാണ്. ഒരു ഗോള് പോലും അടിക്കാൻ പറ്റുന്നില്ല. അടിക്കാനൊക്കെ പറ്റും. ഇപ്പോഴും മുട്ടയാണ് കേസ്. 0-0. ഇവന്മാർ തന്നെ തെറ്റ് സ്റ്റിക്കറൊന്നും വയ്ക്കരുത്. അമ്മാരെ കിക്കാണ്. അമ്മാരെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ബോളിൻ്റെ അല്ല ഗോൾ അടിക്കുന്നത്. ഇവിടെ 2 പേരെ എൻ്റെ ആഗിൾ ചെയ്തു. എംബാപ്പെ, ബെല്ലിംഗം വീഴ്ത്തി. എടാ പെനാൽറ്റി. എനിക്ക് വയ്യ. നമ്മുടെയാടാ പെനാൽറ്റി. റേഗിക്കാണോ? അങ്ങ് ദൂരെ നിന്ന് എന്താണ്ടോ ചെയ്ത ഫൗളാണ്. എടാ ആ ഗ്യാപ്പിലും കൊണ്ടുപോകാൻ ഞാൻ വെറുതെ ഉണ്ട് കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ രച്ചുണ്ട് ഗോൾ കിക്കാണ്. എടാ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെനാൽറ്റി. ഇതൊക്കെ അത്ര ഉള്ളു. പെനാൽറ്റി അല്ലടാ, നമുക്കിതും കൂടെ അങ്ങ് സമയം കളയാം കേസ്. അവന്മാർക്ക് പെനാൽറ്റിയിൽ എൻഡ് ചെയ്യാനല്ലേ ഇഷ്ടം. നമുക്ക് പെനാൽറ്റിയിൽ അങ്ങ് എൻഡ് ചെയ്തേക്കാം. നമ്മളല്ലേ അടിച്ചു കളഞ്ഞു. അപ്പം അമ്മ എത്ര കയറി. അപ്പം നമുക്ക് പിന്നെ ഒരു ത്രോ കളയാം കേട്ടോ. ഇപ്പം കളയാം. പിന്നെ ഒരു ത്രോ കളയണോ വേണ്ടായോ? നിങ്ങൾ പറ. കളയണോ വേണ്ടായോ? വീണില്ലടാ. വേറെ കിടന്ന് അലയുന്നു. അമ്മ ഗോൾ അടിച്ചോളാ. നമ്മൾ തോറ്റി. കുഴപ്പമില്ല കേസ്. ഇന്നത്തെ വീഡിയോ തോറ്റാലും കുഴപ്പമില്ല.
കാരണം തോക്കാനും കാരണം ഞാനൊരു വല്ലാത്ത മൂഡിലാണ്. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിനും പറയാൻ വയ്യ. പറഞ്ഞ മടുത്ത്. ഗൈസ് ഇത്ര നേരം നല്ലതായിട്ട് പൊക്കാണ്ടിരിക്കുമായിരുന്നു കളി. അതിൻ്റെ ഇടയ്ക്ക് മലയേറിയും ഗോളടിച്ചു. എവിടെ നിന്നാണ് ഈ ആൾക്കാരെ അലക്കുന്നത്? കൊള്ളാം ഗൈസ്. നമുക്ക് കിട്ടിയൊരു പോട്ട പ്ലെയറിനെ മാത്രമല്ല ഗൈസ്, ഇന്നത്തെ നമുക്ക് കളിച്ച മാച്ച് തോറ്റു. എൻ്റെ ഞാൻ ഔട്ടായാലും ഇതൊക്കെ കിട്ടും ഒരുപാട്. ഔട്ടായാലും റിവാർഡ് കിട്ടും കേട്ടോ. അത് നല്ല പരിപാടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇച്ചിരി ലോങ് ആയിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് നോക്കണം ഗൈസ്, അവന്മാരെ വിൽക്കാൻ പറ്റുമെന്ന്. ഇല്ലടാ, പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.